ലാത്വിയൻ സ്വദേശിനിയായ ലിഗ എന്ന യുവതിയുടെ പേര് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. സഹോദരിക്കൊപ്പം കേരളത്തിലെത്തിയ ലിഗയെ കോവളത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്നത് 2018-ലാണ്. ആ കേസിൽ പ്രതികൾക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരുന്നു. വിദേശികളെ ആക്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാകും ആ ശിക്ഷാവിധിയെന്ന് കരുതിയെങ്കിൽ തെറ്റി. കോവളത്ത് വിദേശ വനിതയ്ക്ക് നേരെ വീണ്ടും ലൈംഗിക അതിക്രമം. അർജന്റീന സ്വദേശിനിയായ യുവതിയെ യോഗ പരിശീലകനാണ് പീഡിപ്പിച്ചത്. വിഴിഞ്ഞം സ്വദേശിയായ സുധീർ യോഗ ക്ലാസ്സിനിടയിൽ ശരീരത്തിൽ കയറി പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. യോഗ പരിശീലിക്കാൻ എത്തിയ വിദേശ വനിതയെ പരിശീലകൻ കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. യുവതി എതിർത്തതോടെ പരിശീലകൻ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. കോവളം ലൈറ്റ് ഹൌസിന് സമീപത്തെ യോഗ സെന്ററിലെത്തിയ അർജന്റീന സ്വദേശിനിയെയാണ് സെന്ററിൽ വെച്ച് പരിശീലകൻ ക്ലാസ് എടുക്കുന്നതിനിടെ കയറിപ്പിടിച്ചത്. വിഴിഞ്ഞം ടൗൺഷിപ്പ് സ്വദേശിയായ പരിശീലകൻ സുധീർ സംഭവത്തിനു ശേഷം ഒളിവിൽ പോയി. ഇയാൾക്കായി തിരച്ചിലാരംഭിച്ചുവെന്ന് കോവളം പോലീസ് പറയുന്നു. കഴിഞ്ഞ 26-നാണ് അർജന്റീനയിൽ നിന്നെത്തിയ യുവതി കോവളത്ത് സ്വകാര്യ റിസോർട്ടിൽ താമസം തുടങ്ങിയത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള പ്രമുഖ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ കോവളത്തെത്തിയത്. തുടർന്ന് ലൈറ്റ് ഹൌസ് ബീച്ചിന് സമീപത്തെ യോഗ സെന്ററിൽ പരിശീലനത്തിന് ചേർന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 7-ന് സെന്ററിൽ എത്തണമെന്ന് പരിശീലകൻ നിർദ്ദേശിച്ചിരുന്നു. രാവിലെ എത്തിയ ഇവർക്ക് യോഗ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പരിശീലകൻ ശരീരഭാഗങ്ങളിൽ പിടിക്കുകയായിരുന്നു. ഇതിൽ അസ്വസ്ഥയായ വിദേശ വനിത ഇയാളോട് കയർക്കുകയും തിരികെ റിസോർട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് കോവളം പോലീസിൽ പരാതി നൽകിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ശരീരത്തിൽ പിടിച്ചുവെന്നുമാണ് ഇവർ പോലീസിൽ നൽകിയ പരാതി. സംഭവത്തിൽ പോലീസ് പരിശീലകനെതിരെ കേസെടുത്തു. ഒളിവിലായ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് കോവളം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോവളം.